ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാളെ നടക്കാൻ പോകുന്ന ബജറ്റ് നമ്മുടെ മാർക്കറ്റിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. ഇത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ലാസ്റ്റ് വരെ കൂടെ ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കാം. അതേ കണക്ക് തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു ടെക്നിക്കൽസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. അതിനുശേഷം നമ്മുടെ കോർ ടോപ്പിക്കിലോട്ട് പോകാവുന്നതാണ്. ടെക്നിക്കലി നോക്കാൻ നേരത്ത് നിഫ്റ്റിയിലോട്ട് വരാൻ നേരത്ത് നിഫ്റ്റി ഓൾ ടൈം ഹൈന്ന് 1.37% മാത്രം ഡൗണോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അതേ സമയത്ത് നമ്മൾ സ്മോൾ ക്യാപ് ഇൻഡെക്സിൻ്റെ അകത്തോട്ട് വരാൻ നേരത്ത് 3.25% ഡൗൺ സൈഡ് കൂടിയിട്ടാണ് ഇപ്പോൾ സ്മോൾ ക്യാപ് ഇൻഡെക്സ് നിൽക്കുന്നത്. അതിൻ്റെ സ്മോൾ ക്യാപ് ഇൻഡെക്സ് എന്ന് നോക്കുകയാണെങ്കിൽ 0.9% അപ്സൈഡ് കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അതേസമയം നിഫ്റ്റിയിലോട്ട് വരാൻ നേരത്ത് നിഫ്റ്റി ഇന്ന് 0.09% മൈനസ് കൂടിയിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു വേരിയേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ലാർജ് ക്യാപ് സ്റ്റോക്കുകളായിട്ടുള്ള റിലയൻസ്, അതേ കണക്കിന് HDFC, കോട്ടക്ക് ഇതുപോലെയുള്ള പല മേജർ ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെയും റിസൾട്ടുകൾ ലാസ്റ്റ് ഡേയ്സിൽ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻസ് കാരണമാണ് ഈ ഒരു ഡിസ്പാരിറ്റി നമുക്കിപ്പോൾ ഇന്ന് ഈ ഒരു മേജർ ഇൻഡെക്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ ലാർജ് ക്യാപ് ഇൻഡെക്സിൻ്റെ അകത്തും സ്മോൾ ക്യാപ് ഇൻഡെക്സിൻ്റെ അകത്തും ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അതേ കണക്കിന് നമുക്ക് ഗ്ലോബൽ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നാസ്ഡാക്ക് ബുള്ളിഷായിട്ട് തന്നെയായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ടൊരു 3 ദിവസമായിട്ട് അവിടെ ഒരു ചെറിയൊരു അൺസർട്ടനിറ്റി കാരണം താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അത് അതിൻ്റെ മേജർ ട്രെൻഡിനെ ഡീവിയേറ്റ് ചെയ്യുന്ന രീതിയിലൊരു പ്രത്യേക മൊമെൻറ്റം കാര്യങ്ങളൊന്നും തന്നെ ബിൽഡ് ചെയ്ത് വരുന്നില്ല. ഓരോ ദിവസം താഴോട്ട് ക്ലോസിങ് കിട്ടുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് വോളിയൂമും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു നോർമൽ ഡിപ്പായിട്ട് തന്നെ നമ്മൾ കണ്ടാൽ മതിയാവും. അതേസമയം നമ്മൾ ബിറ്റ് കോയിനിലോട്ട് വരാൻ നേരത്ത് ബിറ്റ് കോയിൻ അതിൻ്റെ ഒരു മീഡിയം ടേം ട്രെൻഡ് ഇപ്പോൾ നെഗറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മേജർ ട്രെൻഡ് എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ്റെയും സ്റ്റിൽ അപ്സൈഡിലോട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ കോർ ടോപ്പിക്കിലോട്ട് വരാം. നമുക്കറിയാം കുറച്ച് നാൾ മുമ്പായിട്ടാണ് എലക്ഷൻസ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. എലക്ഷൻ സമയത്ത് നമ്മൾ ഒരുപാടധികം വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എലക്ഷന് മുന്നായിട്ട് മാർക്കറ്റ് ഇടിയും, മാർക്കറ്റ് എന്താ പറയുക ബെയറിഷാണ്, മാർക്കറ്റിൻ്റെ അകത്ത് ഒരുപാട് റീറ്റെയിൽസ് പോസിറ്റീവാണ്, റീറ്റെയിൽ മൊമെൻറ്റ് ഒരുപാടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എലക്ഷൻ്റെ റിസൾട്ട് വന്നതിൻ്റെ അന്ന് മാർക്കറ്റ് 8% അടുപ്പിച്ച് ഫോൾ ആയതിൻ്റെ അന്ന് നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീറ്റെയിലേഴ്സ് ഔട്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റം ഷിഫ്റ്റ് ആവുകയാണ്. നമ്മൾ ഈ സമയത്ത് നമ്മൾ ബൈ മോഡിലോട്ട് പോകേണ്ടതാണ്, നമ്മൾ പാനിക്കിലോട്ട് പോകേണ്ടതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേ സമയത്ത് ബജറ്റിലോട്ട് വരാൻ നേരത്ത് നമ്മൾ ബജറ്റിനെ പറ്റിയിട്ട് അങ്ങനെ വലിയ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബജറ്റ് അത്ര കണ്ട് വലിയൊരു ഇവൻ്റ് അല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്ര കണ്ട് വലിയൊരു അൺസർട്ടൺ ആയിട്ടുള്ളൊരു സംഭവം അല്ലാത്തതുകൊണ്ടാണ്. ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അൺസർട്ടനിറ്റി ആയിരുന്നു. അതിൻ്റെ ഇലക്ഷൻ്റെ അന്നത്തെ ആ ഒരു അൺസർട്ടനിറ്റി മാറി കിട്ടിയപ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബജറ്റിൻ്റെ ഒരു അൺസർട്ടനിറ്റി കൂടെ ഇവിടെ മാറി കിട്ടുകയാണ്. കാരണം ഇലക്ഷൻ്റെ റിസൾട്ട് എന്തായിരുന്നു, ഇലക്ഷനിൽ ഏത് രീതിയിലാണ് ഓരോ ഗവൺമെൻറ്റിനും സീറ്റുകൾ കിട്ടുന്നത്, ഏത് രീതിയിലാണ് അവർ ആൾക്കാർ അവരുടെ എന്താ പറയുക ആൾക്കാർ അവരെ കണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവർക്ക് വോട്ടുകൾ കിട്ടിയത്, എവിടെ നിന്നൊക്കെയാണ് കൂടുതൽ വോട്ടുകൾ കിട്ടിയത് എന്നൊക്കെ അനുസരിച്ചിരിക്കും അവർ ബജറ്റിനെ സമീപിക്കുന്നത്. കാരണം ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇലക്ഷൻ ജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് കാണിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഇലക്ഷൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടിയിട്ടുണ്ടായിരുന്നത് സാധാരണക്കാരുടെ ഇടയിൽ നിന്നായിരുന്നു. അപ്പോൾ സാധാരണക്കാരുടെ ഇടയിലോട്ട് കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ സാധാരണക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ മുന്നോട്ട് പോളിസിയിൽ വരുമെന്ന് തന്നെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ഒരു റണ്ണപ്പ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനു മുമ്പ് ക്യാപെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ മറ്റ് പല സ്പെസിഫിക് ആയിട്ടുള്ള സെഗ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റണ്ണപ്പുകൾ മാത്രം കാഴ്ചവെച്ച് സ്റ്റോക്കുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന സമയത്ത് അതെല്ലാം മാറിയിട്ട് ഇലക്ഷന് ശേഷമായി നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ അത് അങ്ങനെയല്ല, നമുക്കൊരു ഓവറോൾ മൊമെൻറ്റമാണ് കാണാൻ പറ്റുന്നത്. എസ്പെഷ്യലി രാജ്യത്തിൻ്റെ ആക്ച്വൽ GDP ഗ്രോ ചെയ്യുന്നത് വെച്ചിട്ടും, അതല്ലെങ്കിൽ റീറ്റെയിൽ സ്പെൻഡിങ് കൂടുന്ന വഴിയിട്ടൊക്കെ ഏതൊക്കെ ടൈപ്പിലുള്ള സ്റ്റോക്കുകളാണോ മൂവ് ചെയ്യാനുള്ള ചാൻസ്, ആ ടൈപ്പിലുള്ള സ്റ്റോക്കുകളൊക്കെ എമർജ് ചെയ്ത് കയറി വരുന്നതെല്ലാം തന്നെ നമ്മൾ ഇലക്ഷന് ശേഷം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇത് മാർക്കറ്റ് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ബജറ്റിൽ ഇന്നതുപോലെയൊക്കെ സംഭവിക്കുന്ന മാർക്കറ്റ് ഓൾറെഡി തന്നെ പല കാര്യങ്ങളും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഇലക്ഷൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന പോലെ അത്ര കണ്ട് വലിയൊരു അൺസർട്ടനിറ്റി ഇല്ല. ആ ഒരു അൺസർട്ടനിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോൾ അത്ര കണ്ട് വയലൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാത്തത്. അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പേ നമുക്ക് കണ്ടതുപോലെ പല ടൈപ്പിലുള്ള വോളറ്റൈൽ ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ നമ്മൾ ഇപ്പോഴും കാണേണ്ടതാണ്. പക്ഷേ അത്ര കണ്ട് വോളറ്റൈൽ ആയിട്ട് മൊമെൻറ്റുകൾ കാണാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ മാർക്കറ്റിൻ്റെ അകത്ത് അത്ര കണ്ട് അൺസർട്ടനിറ്റി ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇനി അതേ കണക്കിന് നമ്മൾ മാർക്കറ്റ് സൈക്കോളജി നോക്കുക. മാർക്കറ്റ് സൈക്കോളജി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇലക്ഷൻ്റെ മുമ്പായിട്ടുള്ളൊരു പ്രീ ഇലക്ഷൻ പീരീഡ്, അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ടിന് തലേ ദിവസം വരെയുള്ള സമയം വരെ നമ്മൾ നോക്കുക. മാർക്കറ്റിൻ്റെ അകത്ത് 90% എബോ റീറ്റെയിലേഴ്സ് എന്താണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് മാർക്കറ്റിനെ കണ്ടുകൊണ്ടിരുന്നത്. അവർ കണ്ടുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക മോദി ഗവൺമെൻറ് തന്നെ കണ്ടിന്യൂ ചെയ്യും, അവർ ഹെവി സീറ്റോട് കൂടിയിട്ട് ജയിക്കും, 400-ന് മേളിൽ 400-ന് മേളിൽ സീറ്റുകൾ വരുന്നതായിരിക്കും. അപ്പോൾ 400-ന് മേളിൽ സീറ്റുകൾ വരുമ്പോഴത്തേക്കും ഇനി അദാനി സ്റ്റോക്കുകൾ പറക്കും, അല്ലെങ്കിൽ ആ മാർക്കറ്റിൻ്റെ അകത്ത് അങ്ങനെ സംഭവിക്കും, ഇന്ന സംഭവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാടധികം ടോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത് ഹെവിലി ബുള്ളിഷ് ആയിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ നോക്കാൻ നേരത്ത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ അകത്ത് നോക്കാൻ നേരത്ത്
ഈ ഒരു ബജറ്റ് പോലെ ഒരു ചെറിയ ഇവൻറ്റ് പോലും ആൾക്കാർ അത്ര കണ്ട് ബുള്ളിഷ് അല്ല. ആൾക്കാർ കുറച്ചുകൂടെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. അവർ പറയുന്നു ബജറ്റിന് മുന്നേ മാർക്കറ്റ് ഇടിയും, ബജറ്റിന് ശേഷം മാർക്കറ്റ് ഇടിയും, ബജറ്റിൽ അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റീറ്റെയിലേഴ്സ് ഇപ്പോൾ ഒരു ഫിയർ മോഡലാണ് നിൽക്കുന്നത്. പക്ഷേ ഇലക്ഷൻ സമയത്ത് അങ്ങനെയല്ലായിരുന്നു. ഇലക്ഷൻ സമയത്ത് റീറ്റെയിലേഴ്സ് കുറച്ചുകൂടെ ഗ്രീഡി ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അവർക്ക് ഒട്ടും തന്നെ ഭയമില്ലായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു സൈക്കോളജിക്കൽ കാര്യമാണ്. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. റീറ്റെയിലേഴ്സ് 90% എബോ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്താണോ ചിന്തിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും മാർക്കറ്റ് ബിഹേവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. ഏറ്റവും കൂടുതൽ ആൾക്കാർ പോസിറ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവ് ആവണം. ഏറ്റവും കൂടുതൽ ആൾക്കാർ നെഗറ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവ് ആവണം. ഞാനിപ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ അകത്ത് നെഗറ്റീവ് ആണെന്ന് റീറ്റെയിലേഴ്സ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചുറ്റും കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ്. അതായത് ഇപ്പം എൻ്റെ കൊളീഗ്സിൻ്റെ ഇടയിൽ നോക്കുകയാണെങ്കിൽ പല ആൾക്കാരും ഇപ്പോൾ പുട്ട് വാങ്ങിക്കുന്ന എന്താ പറയുക അതിൻ്റെ തിരക്കിലാണ്. അവരെല്ലാവരും വിചാരിക്കുന്ന മാർക്കറ്റ് ഇടിയോ എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ചുറ്റും കാണുന്ന വെച്ചിട്ടാണ് മെയിൻലി ഇതിൻ്റെ ഒരു സൈക്കോളജി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇനി അതേ കണക്കിന് നമ്മൾ ഗ്ലോബൽ ന്യൂസ് കാര്യങ്ങളിലോട്ട് വരാൻ നേരത്ത് യുഎസിൻ്റെ അകത്ത് ഇപ്പോൾ ട്രംപ് വളരെയധികം ഒരു എന്താ പറയുക ഒരു വിന്നിങ് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പേ തന്നെ ട്രംപ് ജയിച്ചു എന്നുള്ള രീതിയിലോട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ജോ ബൈഡൻ പിന്മാറിയിട്ട് കമല ഹാരിസിനെ അവിടെ ഇലക്ഷൻ സ്ഥാനാർത്ഥിയായിട്ട് നിർദ്ദേശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രംപ് എന്ന് പറഞ്ഞൊരു വ്യക്തി, അപ്പോൾ പുള്ളി എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ പുള്ളി ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് പുള്ളി അവിടെ ഒന്നും ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അതായത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. റേറ്റ് കട്ട് വരാനുള്ള ചാൻസ് കൂടിക്കഴിഞ്ഞാൽ റേറ്റ് കട്ട് വരാനുള്ള ചാൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഇങ്ങോട്ട് എഫ് ഐയുടെ മണി വരുന്നതായിരിക്കും. എഫ് ഐയുടെ മണി വരുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇനിയും മേലിലോട്ട് പോകാനുള്ള ചാൻസും കൂടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓൾറെഡി തന്നെ നമ്മളൊരു ബുൾ മാർക്കറ്റിൻ്റെ അകത്താണ്. നമ്മൾ ഇവിടെ മാത്രമല്ല ഗ്ലോബലി ആണെങ്കിൽ നമ്മളൊരു ബുൾ മാർക്കറ്റിൻ്റെ അകത്താണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ആ ഒരു ലാസ്റ്റ് ലെഗ് ഓഫ് റാലി, ഒരു യൂഫോറിക് റാലി വരണമെങ്കിൽ നമുക്ക് ഒബിയസ്ലി ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരികയും എഫ് ഐയുടെ മണി ഇങ്ങോട്ട് റിസ്ക് മണി ഇങ്ങോട്ട് വരികയും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൂടെ നമ്മൾ വെയിറ്റിംഗിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ടെക്നിക്കലി നോക്കുകയാണെങ്കിലും ഫണ്ടമെൻ്റൽ സൈഡിൽ നോക്കുകയാണെങ്കിലും ഒരു നെഗറ്റീവിലോട്ട് പോകാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. പക്ഷേ ഈ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻസിൽ കേൾക്കുന്ന ഒരു ഡൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എഫ് ഐയുടെ ബൈയിങ് വരികയാണെങ്കിൽ മാർക്കറ്റ് ഇത്ര കണ്ട് ടോപ്പിൽ നിൽക്കാൻ നേരത്ത് ഇനി എഫ് ഐയുടെ ബൈയിങ് വരികയാണെങ്കിൽ എത്രമാത്രം ഇവരിതിൻ്റെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്യും. കാരണം ഇവർ ഓൾ ടൈം ഹൈസിൽ പൊസിഷൻസ് ബിൽഡ് ചെയ്യുമോ, അതേ ഇവൻറ്റിന് മാർക്കറ്റിനെ ഇടിച്ച് താഴോട്ട് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ പൊസിഷൻസ് ബിൽഡ് ചെയ്യുള്ളൂ എന്നുള്ളൊരു ഡൗട്ട് ഞാൻ റെഗുലറായിട്ട് കേൾക്കുന്നതാണ്. അവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഐ എപ്പോഴും റിസ്ക് മണിയാണ്. അവരെന്ന് പറയുന്നത് മാർക്കറ്റിനെ എന്താ പറയുക ഹൈസിൽ മേടിച്ചിട്ട് അതിനെക്കാട്ടി ഹയർ ആയിട്ടുള്ള ലെവലിൽ വിൽക്കുന്ന ടൈപ്പ് ആൾക്കാരാണ് എഫ് ഐ എസ് എന്ന് പറയുന്നത്. പക്ഷേ അതേ സമയത്ത് ഡി ഐ എസ് അങ്ങനെയല്ല. ഡി ഐ എസ് കുറച്ചുകൂടെ റിസ്ക് റേഷ്യോ ഒക്കെ നോക്കിയിട്ട് കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ മാത്രമേ പൊസിഷൻസ് ബിൽഡ് ചെയ്തിട്ട് പിന്നീട് അത് മേലിലോട്ട് പോകുമ്പോഴത്തേക്കും വിൽക്കുന്ന ടൈപ്പ് ആൾക്കാരാണ് ഡി ഐ എസ് എന്ന് പറയുന്നത്. എഫ് ഐ എസ് കുറച്ചുകൂടെ ഷോർട്ട് ടേം ആയിട്ട് നോക്കുന്ന ടൈപ്പ് ആൾക്കാരാണ്. അതേസമയത്ത് ഡി ഐ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അവർ കുറേ കൂടെ ലോങ് ടൈം ഓറിയൻറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ടൈപ്പ് ഒരു എൻറ്റിറ്റിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് ഐ വരാൻ നേരത്ത് അവരിനി ഇതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് മാർക്കറ്റിനെ ഇടിക്കുകയോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മോസ്റ്റ് പ്രോബബിൾ ചാൻസ് എന്ന് പറയുന്നത് ഇടിക്കാതിരിക്കാനാണ് ചാൻസ്. കാരണം അങ്ങനെയല്ല അവർ നോർമലി വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എവിടെയാണോ ഫേവറബിൾ ആയിട്ട് കൗണ്ടേഴ്സ് തോന്നുന്നത് ആ പർട്ടിക്കുലർ സ്റ്റോക്കുകളിൽ അവർ പൊസിഷൻസ് എടുക്കുമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇനി ഒരു ബജറ്റിന് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ബജറ്റിൻ്റെ അകത്ത് നാളെ എന്തൊക്കെ ടൈപ്പിലുള്ള ന്യൂസുകൾ വന്നാൽ നമ്മുടെ മാർക്കറ്റ് ഏതൊക്കെ രീതിയിൽ റിയാക്ട് ചെയ്യുമെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുൾ മാർക്കറ്റിൻ്റെ അകത്ത് ഒരു മോശം ന്യൂസും ഇല്ലാത്തതും ഒരു ഗുഡ് ന്യൂസായിട്ട് കണക്കാക്കും. ഓക്കെ, ബജറ്റിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല, ബജറ്റ് വളരെ നോർമലായിട്ടുള്ളൊരു ബജറ്റായിട്ട് പോവുകയാണെങ്കിൽ പോലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മാർക്കറ്റിന് എതിരായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചില്ല എന്ന് എടുക്കാം. ഇനി ചെറിയ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ അത് മാർക്കറ്റ് ഒരു ചെറിയൊരു കറക്ഷൻ എടുത്തതിന് ശേഷം തിരിച്ച് മാർക്കറ്റ് മേലിലോട്ട് കയറി പോകുന്നതായിരിക്കും. ഓക്കെ, അതായത് നമ്മളൊരു ബുൾ മാർക്കറ്റിൻ്റെ അകത്തും ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഓവറോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് മാറ്റണമെങ്കിൽ ഓവറോൾ നമ്മളൊരു ബെയർ മാർക്കറ്റിലോട്ടോ വലിയൊരു ക്രാഷിലോട്ടൊക്കെ പോകണമെങ്കിൽ അത്ര കണ്ട് വലിയതൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് വരണം. അല്ല ചെറിയ നെഗറ്റീവ് കാര്യങ്ങളൊന്നും സംഭവിച്ചുകൊണ്ട് ഓവറോൾ നമ്മളെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് മാറാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇനി എന്താണ് ഈ ഹെവി ആയിട്ടുള്ള ബാഡ് ന്യൂസ്, ഓവറോൾ നമ്മളെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വലിയ ബാഡ് ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒബിയസ്ലി നമ്മുടെ ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സുകളിൽ എന്തെങ്കിലും ടിങ്കറിങ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൂട്ടുക, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൂട്ടുക, ഇനി അതല്ലെങ്കിൽ FNOയുടെ ടാക്സ് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് കൂട്ടുക, ഇനി അതും അല്ലെങ്കിൽ DTC പോലെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. DTC എന്ന് പറയുമ്പോഴത്തേക്കും ഡയറക്റ്റ് ടാക്സ് കോഡ് പോലെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിലാണ് നമ്മുടെ ഷെയർ മാർക്കറ്റിന് അത്ര കണ്ട് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ മാർക്കറ്റ് വേറൊരു രീതിയിൽ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. അത് നമുക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ മാത്രമേ നമുക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ എങ്ങനെയായിരിക്കും മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് മുൻകൂട്ടി ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കത്തില്ല. കാരണം ഇപ്പം
കൊറോണ പോലെയൊരു കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. കൊറോണ കൊണ്ട് അത്ര കണ്ട് മേജർ ആയിട്ടുള്ള ഇവൻ്റ് ഉണ്ടായിട്ട് പോലും മാർക്കറ്റ് ക്രാഷ് ചെയ്തിട്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ റിക്കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്, നമ്മളൊരു ബുൾ മാർക്കറ്റിൻ്റെ അകത്തായതുകൊണ്ട് തന്നെ. അപ്പോൾ അതേ കണക്ക് നമ്മൾ ഇപ്പോഴും ഒരു ബുൾ മാർക്കറ്റിൻ്റെ അകത്താണ്. അപ്പോൾ ഇതേ കണക്കൊരു മേജർ ആയിട്ടുള്ള സംഭവം വന്നാൽ ഏത് രീതിയിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്യുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഷെയർ മാർക്കറ്റിനെതിരായിട്ട് ഇങ്ങനെയൊരു വലിയൊരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു വലിയൊരു ടാക്സ് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റൂളിങ്സ് ഒക്കെ വരാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ യു എസിൻ്റെ അടുത്തോട്ട് നോക്കുക. യു എസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 50% എബോ ആൾക്കാർ ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഒരു 80% ആൾക്കാരും സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ലിങ്ക്ഡ് ആണ്. അവരുടെ പെൻഷൻ സ്കീമുകളായാലും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയാണെങ്കിൽ അവിടെയുള്ള 80% ആൾക്കാരെയും ബാധിക്കും. പക്ഷേ ഇന്ത്യക്കകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലോട്ടുള്ള പെനിട്രേഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ കുറച്ച് ആൾക്കാരെ മാത്രം ബാധിക്കുന്ന ഒരു സംഭവമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന് എഗൈൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തെന്ന് എഴുതിയിട്ട് ഇലക്ഷൻ തോക്കേണ്ട രീതിയിൽ ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, അവർക്ക് ടാക്സ് ഹൈക്ക് നടത്തണം, അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അവർ ഒബ്വിയസ്ലി ആദ്യം നോക്കുന്ന സ്ഥലങ്ങൾ ഇതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. കാരണം ഇവിടെ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് പേര് യൂട്യൂബിലും ട്വിറ്ററിലും ഒക്കെ സംസാരിക്കുന്നതല്ലാതെ ഒരു ഇലക്ഷൻ തോപ്പിക്കാത്ത രീതിയിൽ ഒരു മെജോറിറ്റി ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ കയ്യിൽ ഇല്ല. അപ്പോൾ അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് നമ്മൾ നോക്കാൻ നേരത്ത്. ഇനി നമുക്ക് എന്താണ് ഭയങ്കര ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്ത് ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ മാർക്കറ്റ് ഇവിടെ നിന്ന് കത്തിക്കയറി പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഒബ്വിയസ്ലി ഇൻകം ടാക്സിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഇളവ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് വളരെയധികം പോസിറ്റീവായിട്ട് എടുക്കുന്നതായിരിക്കും. കാരണം സാധാരണക്കാരിലോട്ട് പൈസ വരികയാണ്. സാധാരണക്കാരിലോട്ട് പൈസ വരികയാണെങ്കിൽ ഒബ്വിയസ്ലി അവൻ്റെ സ്പെൻഡിങ് പവർ കൂടുന്നതായിരിക്കും. അവൻ കൂടുതൽ സാധനങ്ങൾ മേടിക്കും, കൂടുതൽ ഡിസ്ക്രിഷണറി സ്പെൻഡിങ്സ് നടക്കുന്നതായിരിക്കും. അതിനനുസരിച്ച് കമ്പനീസിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂടുന്നതായിരിക്കും. കമ്പനീസിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂടുമ്പോഴത്തേക്കും ഷെയർ മാർക്കറ്റ് മേലിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അതേ കണക്ക് തന്നെ വേറെ 2-3 കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു SME സ്റ്റോക്ക് ക്രോപ്സ് ലൈഫ് സയൻസ് എന്ന് പറയുന്നതിന് 11-12% അടുപ്പിച്ച് അപ്പായിരുന്നു. അതേ കണക്ക് തന്നെ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് പിക്കായിട്ടുള്ള ആൻ്റണി വേസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് 16-17% ഒക്കെ അപ്പ് പോയിട്ട് ഇപ്പോൾ നമ്മൾ നോക്കാൻ നേരത്ത് 14% അടുപ്പിച്ച് വന്നിട്ട് ക്ലോസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്റ്റോക്ക് SME കാറ്റഗറിയിൽ നിന്ന് അതേ കണക്ക് തന്നെ ലോങ് ടൈം പിക്ക് എന്ന് പറയണം. അതേ കണക്ക് തന്നെ നമ്മുടെ 100-to-1 പിക്കിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എമറാൾഡ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ഏകദേശം 4-5% അപ്പർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ നോക്കുകയാണെങ്കിൽ ഇന്നലെ മീൻസ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിലും 10% അപ്പർ സർക്യൂട്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ കണക്ക് നമ്മളെ പിക്കുകളിൽ പല സ്റ്റോക്കുകളും ഇപ്പം എന്ന് മേലോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതേ കണക്ക് തന്നെ നമ്മൾ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡിംഗ് പിക്കുകളായിരുന്നാലും ഇപ്പോൾ ആധാർ ഹൗസിംഗ് ഫിനാൻസ് പോലുള്ള സ്റ്റോക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ അതും ഒന്ന് നല്ല പെർസെൻറ്റേജ് അപ്പായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഒട്ടുമിക്ക സ്റ്റോക്കുകൾ ഇന്ന് അല്ല, ഒരു റീസെൻറ്റ് ടൈംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടനവധി പെർസെൻറ്റേജ് മേലിലോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്ക് സെലക്ഷനിലോട്ട് എത്തുന്നതെന്ന് പറ്റിയിട്ട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും നമ്മുടെ സ്ക്രീനേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അവർക്ക് ഈ സ്റ്റോക്കുകളിലോട്ട് എത്തിച്ചേരാൻ വേണ്ടി പറ്റണില്ല. ഓക്കെ, കാരണം അതിൻ്റെ അകത്ത് ഒരുപാട് നോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ റീസെൻ്റ് ആയിട്ടിട്ട പല വീഡിയോസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റോക്കുകളുടെ പേര് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇതിൻ്റെ ടെക്നിക്കൽസ് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ബിസിനസ്സിനെ പറ്റിയിട്ട് നമ്മൾ അധികം സംസാരിക്കാറില്ല. ഇത് ഇന്ന രീതിയിലുള്ള ബിസിനസ്സാണ് ചെയ്യുന്നത്, ഈ ബിസിനസ് കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് റണ്ണപ്പ് വരുന്നുണ്ട്, ഈ ബിസിനസ് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു ബിസിനസ്സാണ്. മാത്രമല്ല ഇവർക്ക് ഇതിൻ്റെ അകത്ത് വലിയൊരു മോട്ടുണ്ട്, ഇവരാണ് ഇതിൻ്റെ അകത്ത് മാർക്കറ്റ് ഷെയർ കൂടുതൽ ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അധികം സംസാരിക്കാറുണ്ട്. നമ്മൾ കൂടുതലും സംസാരിക്കുന്നത് ടെക്നിക്കൽസ്, ആ ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അതേപോലുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പല സ്റ്റോക്കുകളും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹെവിലി ബുള്ളിഷ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ സ്റ്റോക്കുകളിലോട്ടൊക്കെ എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ സ്റ്റോക്കുകളുടെ അകത്ത് മെയിനായിട്ട് വരുന്ന പോയിന്റുകൾ എന്നുള്ളതിനെ പറ്റിയിട്ട് നാളെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ മാക്സിമം ആൾക്കാർ മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതേ കണക്കിന് വേറൊരു അനൗൺസ്മെൻറ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ഒരു ക്ലാസ് നാളത്തെ ദിവസം നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് നടത്തുന്നതായിരിക്കും. മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ട്രേഡേഴ്സ് ക്ലബ്ബ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ക്ലബ്ബ്, ഈ 2 ക്ലബ്ബിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ആ ഒരു ക്ലാസ് നടത്തുന്നത്. നാളെ വൈകിട്ട് 9:30 അത് രാത്രി 9:30 ക്ലാസ്. മാക്സിമം ആൾക്കാർ അതിലും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പോയിന്റുകളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ വഴിയിട്ട് കവർ ചെയ്യാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേ കണക്ക് തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ വേണ്ടിയിട്ട് കൂടെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.